നിങ്ങളുടെ നഖങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ നഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നഖങ്ങളിൽ മഞ്ഞ കളർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുണ്ട്, ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ നഖങ്ങളിൽ മഞ്ഞ കളർ കാണാറുണ്ട്. നമ്മളെ നഖങ്ങളിൽ വെള്ള പാടുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം നമുക്ക് സിങ്കിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ കൊണ്ടും വരാം. അതുപോലെ നീല കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് ഓക്സിജന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കുറവാണ്. ഓക്സിജന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ നീല കളറുകൾ കാണാൻ പറ്റും നഖത്തിൽ. കറുപ്പ് കളറാണ് നിങ്ങൾ നഖങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൊലിയുടെ അസുഖങ്ങൾ, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കറുപ്പ് കളർ നഖങ്ങളിൽ കാണും. കബ്ബിംഗ് നൈൽസ്, നമ്മുടെ നഖം ഇങ്ങനെ വൃത്താകൃതിയിലാണ് വളരുന്നതെങ്കിൽ ഹൃദയരോഗം അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകും. സ്പൂൺ നൈൽസ് ആണെങ്കിൽ നമുക്ക് ബ്ലഡിന്റെ കുറവുണ്ടാവും, അനീമിയ പോലെ അസുഖങ്ങൾ ഉണ്ടാവും. കുറുകെ വരകൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നഖത്തിന് നമുക്ക് എന്തെങ്കിലും വലിയ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങളാണ്. നമ്മൾ നഖം എളുപ്പത്തിൽ ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ തൈറോയ്ഡ് രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോഷകക്കുറവ് കൊണ്ടൊക്കെ നഖങ്ങൾ എളുപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നഖം കട്ടിയാവാണെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നഖം കട്ടിയാവാറുണ്ട്. ചിലർക്ക് നഖം ഇങ്ങനെ പിളർന്നു പോകാറുണ്ട്. അതിന് മെയിനായിട്ട് കാരണം അവർക്ക് അതിൽ കെമിക്കൽസിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ വെള്ളത്തിൽ അമിതമായിട്ട് ഉപയോഗിക്കുക. ചിലർക്ക് പോഷകക്കുറവ് കൊണ്ടും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ നഖത്തിൽ പെട്ടെന്ന് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണണം. നഖത്തിൽ വല്ല വേദന അല്ലെങ്കിൽ കറുത്ത കളർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്.